ഹലോ ഫ്രണ്ട്സ്, ടെയിൽ ഓഫ് ട്രേഡ് ചാനലിൻ്റെ മറ്റൊരു ഇൻട്രാഡേ ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രീ മാർക്കറ്റ് സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നിഫ്റ്റി ഒരു 14 പോയിൻറ്റ്സ്, അതായത് ഏകദേശം ഫ്ലാറ്റായിട്ട് തന്നെയെന്ന് പറയാം, അതായത് 24,900 താഴെ. അപ്പോൾ ഈ ഒരു 1 hour ക്ലോസിൻ്റെ താഴെയാണ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഇന്നലത്തെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പിന് ശേഷം ഇന്നിപ്പം താഴേക്ക് പോരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ താഴെ വരെ വരുമോ എന്നറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു അസംഷൻ അനുസരിച്ച് ഇന്ന് 25,000 റീടെസ്റ്റ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെങ്കിൽ നമ്മൾ കോൾ സൈഡിലേക്കാണ് ഒരു ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 24,700 ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ, ഇപ്പോൾ ഒരു 24,500 600 ആ റേഞ്ചിലെ ഈ താഴെയുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് കിട്ടാൻ സാധ്യതയുള്ളൂ. ഇന്നത്തെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു 24,600 to 25,000 ഉള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിന് തന്നെ ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത്. അതല്ല, ഇനി ഒരു 25,000 ബ്രേക്ക് ചെയ്ത് 25,200 വരെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സി സൈഡിൽ എടുക്കുന്നതിനൊരു പ്രോഫിറ്റും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ 81,500 ഒരു സി ഓപ്പണിങ്ങിൽ ഞാൻ 95 ഒരു ലിമിറ്റ് ഓർഡറിൽ നമുക്ക് കിട്ടിയായിരുന്നു. ATM സ്ട്രൈക്ക് എടുത്ത് 81,500 ഇപ്പോഴും പ്രോഫിറ്റിലാണ്. പക്ഷേ നമ്മൾ ആ ലെവലിൽ വെച്ചിരുന്ന OTMൻ്റെ ഒരു ലോസ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റുന്നില്ല. എന്നാലും നമുക്ക് ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യാം. എൻ്റെ ഒരു 81,600 ക്രോസ് ചെയ്യും, ഒരു 81,700 വരെയൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം 81,600 എന്നുള്ള ലെവല് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. കാരണം ഇന്നത്തെ ഒരു 81,800 വരെ പോയാലാണ് സ്റ്റോപ്പ് ലോസ് കിട്ടുള്ളൂ. ഇന്നലെ താഴെയുള്ള ബയേഴ്സ് ഒത്തിരി ദൂരെയാണ്. അപ്പോൾ ഏതായാലും ഇന്നലത്തെ ആ ഒരു 81,800 വരെ പോയിട്ട് പിന്നെ ചിലപ്പോൾ ഒരു സെൽ ഓഫ് വല്ലതും വന്നേക്കാം. ഇപ്പോൾ നിഫ്റ്റി എക്സ്റ്റഡേസ് ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാതെയാണ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെല്ലിങ്ങിനെ കുറച്ച് ഒന്ന് റിവേഴ്സ് ചെയ്ത് അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡബിൾ ടോപ്പ് ഉണ്ടാക്കി താഴേക്ക് വരാനാണ് നോക്കുന്നത്. പക്ഷേ എന്തായാലും ഇന്ന് 25,20 ഇന്നലെ എസ്റ്റഡേസ് ഹൈനെ ബ്രേക്ക് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നില്ല. ഇപ്പം അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണെങ്കിലും കുറച്ചുകൂടെ അപ്സൈഡ് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും എസ്റ്റഡേസ് ഹൈൻ്റെ അടുത്തേക്കൊന്നും എത്തിയിട്ടില്ല. 56,000 ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് എടുത്തേക്കുന്നത്. 56,000 ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അപ്സൈഡിലേക്ക് നല്ലൊരു ഇത് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു അപ്സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു സെൽ ഓഫ് ഒരുപാടങ്ങ് ഇനിയും നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും 56,000 ഇന്ന് ബാങ്ക് നിഫ്റ്റിയും 20 എസ്റ്റഡേസ് ഹൈനെ നമ്മുടെ നിഫ്റ്റിയും ക്രോസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഇത് നമുക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 o'clock 12:30 ആയപ്പോഴത്തേക്ക് ഈ ടോപ്പിൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു 81,730 വരെ എത്തി. പക്ഷേ ഇന്നലത്തെ ടോപ്പിൻ്റെ ബ്രേക്ക് ചെയ്തില്ല. അപ്പോൾ അവിടുന്ന് ഒരു സെൽ ഓഫ് ഇതുപോലെ വന്ന് 81,600 വരെ വന്നിട്ട് പിന്നെയും ലാസ്റ്റ് ഒരു 1 hourൽ തിരിച്ച് 81,700 അടുത്ത് വന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നലെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ചെറിയൊരു സെൽ ഓഫ് തന്ന് ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു സെൽ ഓഫ് തന്നിങ്ങനെ ഒരു നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആദ്യമേ തന്നെ ഇവിടെയൊക്കെയുള്ള സെല്ലേഴ്സിൻ്റെ സെല്ലെടുത്തിട്ട് അല്ലെങ്കിൽ SL എടുത്തില്ല, അങ്ങോട്ട് ബ്രേക്ക് ചെയ്തില്ല, അവിടെ വന്നിട്ട് പിന്നെ റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വന്നു. പക്ഷേ നമ്മളിന്ന് സി സൈഡിലേക്ക് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പതുക്കെ ഗ്രൈൻഡ് ചെയ്ത് മേളിലോട്ട് പോയി ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് ബ്രേക്ക് ഔട്ട് തന്ന് ഇവിടം വരെ എത്തി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ലെവൽ 81,800 ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ 1 hour റെസിസ്റ്റൻസിൻ്റെ അടുത്തെത്തി തിരിച്ച് വന്ന് നല്ലൊരു സെൽ ഓഫ് ആയിരുന്നു. ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ നല്ലൊരു സെൽ ഓഫ് വന്നു. അതിന് 500 താഴെ ഒരു 550 500 താഴെ വന്നായിരുന്നു. 500 വരെ വന്നിട്ട് പിന്നെ ക്ലോസിങ് വന്നേക്കുന്നത് ഈ പറഞ്ഞ പോലെ 81,800 താഴെ, അതായത് 25,000 താഴെയാണ് 24,980 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ 25,000 താഴെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പക്ഷേ അന്നേരം ഇന്നത്തെ ഈ ഒരു ഇവിടെ പോയിട്ട് നമുക്ക് പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യാഞ്ഞുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അത് കാരണം നമ്മളിപ്പോൾ ഒരു 50 റുപ്പീസിൻ്റെ ഒരു ലോസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് റെക്കോർഡിങ് വെച്ചിരുന്നത് റെക്കോർഡ് ആയില്ല. അതുകൊണ്ടാണ് ഇപ്പം മാർക്കറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡയറക്ഷൻ വൈസ് നമ്മൾ ശരിയായിരുന്നു. പക്ഷേ എക്സ്പയറി ഡേയുടെ ഒരു വോളറ്റിലിറ്റിയിൽ നമ്മൾ ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാതെ തിരിച്ചു വന്നുകൊണ്ട് എക്സ്പയറി ഡേയുടെ ആ ഒരു പ്രീമിയം ലോസ് നമുക്ക് വന്ന് നമ്മളൊരു 138 റുപ്പിയുടെ ലോസിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.